സാധനങ്ങളൊക്കെ പുറത്ത് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോക്കോട്ടോ. സ്ലിപ്പേഴ്സ് മാറ്റിയിട്ടാണ് അവിടെ. നെക്സ്റ്റ് കാഞ്ചനെ, ഓ നമുക്കൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വരണോ? വേണ്ട, കൊച്ചൂടെ വരട്ടെ എന്നിട്ട് മതി. അല്ല, നേരത്തെ പോകുന്നല്ലേ? സാരമില്ല. നിങ്ങൾ എവിടെയാ പറഞ്ഞത്? കാസർഗോഡ് ചെറുത്തൂരിന്ന്. കാസർഗോഡ്? ഓ, ഒരുപാട് ദൂരാണല്ലേ. പക്ഷെ പെങ്ങളൊരു കാര്യല്ലേ. പിന്നെന്താ, കുട്ടികളൊക്കെ പരീക്ഷ എഴുതിട്ടെ നേരെ പടങ്ങ നേരെ ആവട്ടെ. അതെ, പിന്നെന്ന് ഇരുന്നോ? ഇല്ല, വേണ്ട, അല്ല, കുട്ടി ഇരുന്നു. ഇരുന്നോ? അതേ, എന്തപ്പോ ഇങ്ങനെയൊക്കെ ഒരു വേഷം? ഇതാ എന്റെ മകളുടെ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി അതിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇതൊന്നും ഇടാൻ പാടില്ല എന്നാണ് അവിടുത്തെ കൽപ്പന. അപ്പൊ അത് ഞാനെടുത്തിട്ടു. അല്ല, അതേ, എന്റെ മോളും ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ കിടണ്ടി വരുവോ? വേണ്ട, അതിന് ഞാനുണ്ട്. ഞാനുണ്ട്. അല്ല, ഞാനുണ്ട്. ഞാനുണ്ട്, ഏതാണ് പറഞ്ഞത്? ഇതിപ്പോ കൈ മുറിക്കേണ്ടി വരും. കൈ മുറിച്ച് അങ്ങനെ എക്സാം എഴുതും സാർ? ഇവിടെ തൻ്റെ അല്ലേ ഷർട്ടിന്റെ കൈ മുറിക്കണമെന്ന്. പുതിയ 1500 ബ്രാൻഡഡ് ഷർട്ട്. അതുകൊണ്ട് ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ലെന്ന് അറിയില്ലേ? ഹോൾ ടിക്കറ്റ് എന്ന് കിട്ടി? ഒരാഴ്ചയായി. അതിന്റെ ബാക്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് അറിയാവോ? അല്ല, പഠിക്കുന്ന തിരക്കിൽ അത് നോക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ ഡോക്ടർ ആവാൻ വേണ്ടി വന്ന ആളുകളല്ലേ? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഇതിപ്പോ കൈ മുറിക്കണോ ഷർട്ട് അഴിക്കണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കും. ഷർട്ട് അഴിക്കാം. അഴിക്കും. മൊബൈല്, വാച്ച്, എന്താണ് ബെൽറ്റാ? ജീൻസൊക്കെ ഇട്ടത് ഫാഷൻ ഷോയ്ക്ക് പോകുന്നതാണ്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇയാൾ ഡാൻസ് ഒന്നും കളിക്കുന്ന സാവകാശം ഊരി എടുത്താൽ മതി. എനിക്കെന്തിനാ ഇത്? അവിടെ എവിടെയെങ്കിലും ഇടറോ, അവിടെ ഇടും. നീ അവിടെ നിൽക്കും. ഇയാളെന്തിനാ ഡാൻസ് കളിക്കണത്? ഇതൊക്കെ കൊണ്ട് വെക്കേണ്ട സ്ഥലം അറിയാവോ? ഇല്ല സാർ. പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരുപാട് പേര് ഇതൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ട് വെച്ചാൽ മതി. ക്ലോക്ക് റൂം എന്ന് പറയും. അതൊക്കെ വരി എടുത്തോ. പക്ഷെ എന്തൊക്കെ പരിശോധനകളാണ്. ഇപ്പൊ ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഇമാതിരി പരിശോധനകൾ എന്തിനാ കുട്ടികളെ? ഞാൻ പരീക്ഷ കാലത്തെ ഇതൊന്നും ഇല്ലാട്ടാ. ആണോ? അപ്പൊ നിങ്ങൾ ഈ നീറ്റൊക്കെ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചാണ്. 8ാം ക്ലാസ് അല്ലേ? അതല്ല, ഇത് നീറ്റ് പരീക്ഷയാണ്.